ശ്രീ രാജു പിനാർ, ഒന്ന് സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവർക്ക് അവിടെ തെഫ്റ്റ് നടന്നിട്ടുണ്ട് എന്ന് കോടതി ഉത്തരവിൽ എഴുതി വെച്ചിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം സമർപ്പിക്കാവുന്നതാണ്. ഈ 2019 മാനുവൽ ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. 2025 കോടതി അറിയാതെയാണ് കൊണ്ടുപോയത് എന്നതിൽ ഉദ്യോഗസ്ഥ വീഴ്ച, അതിൽ തർക്കമൊന്നുമില്ല. അതിൽ FIR തന്നെയില്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ. അപ്പോൾ പിന്നെ ഈ ഉത്തരവുകൾ തിരുത്തി എന്നത് സംബന്ധിച്ച് തർക്കമില്ല. അത് ആരുടേതാണ് എന്ന കാര്യത്തിൽ ഒപ്പുവരെ അവർ വെച്ചിട്ടുണ്ട്. അത് കണ്ടുപിടിക്കുക ബുദ്ധിമുട്ടല്ല, കാരണം അന്വേഷണ സംഘം തന്നെ പിടിച്ചെടുത്തിട്ടുള്ള മഹസറുകളും മറ്റ് ഒപ്പുകളും എല്ലാം ഉണ്ട്. ഇതൊന്നും ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് എങ്ങനെ സാധ്യമാവുകയാണ്? നോക്കൂ, SIT നമുക്ക് ശബരിമലയെ പറ്റി പറയുന്നത് പോലെ പരിപാവനമാണ് എന്ന് പറയേണ്ട ബാധ്യതയില്ലല്ലോ. SIT ഒരു അന്വേഷണ സംഘമാണ്. അത് കോടതിക്ക് കീഴിൽ പ്രവർത്തിക്കുന്നു. എന്നിരുന്നാൽ പോലും അതിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അത് കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് ഇന്ന ബെഞ്ച് ചൂണ്ടിക്കാണിച്ചിട്ടില്ല എന്നൊരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് അതിൽ എന്തെങ്കിലും തരത്തിലുള്ള വിമർശനം ഉന്നയിക്കാൻ കഴിയാത്ത എന്ത് സാധ്യതയാണ് അവശേഷിക്കുന്നത്? അതല്ല CPM രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നത്. എന്തായാലും CPM ഈ ചർച്ചയിൽ എടുക്കുന്ന നിലപാട് വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി നമുക്ക് ഒന്ന് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന്, ജാമ്യം പരിഗണിക്കുന്ന കോടതി, പൊട്ടുകുത്താത്ത കോടതി, ജാമ്യം പരിഗണിക്കുന്ന കോടതി. പിന്നെ ദേവസ്വം ബെഞ്ച് എന്ന് പറഞ്ഞാൽ പൊട്ടുകുത്തുന്ന കോടതി. ഇങ്ങനെ രണ്ട് കോടതിയായിട്ട് ഇവർ തിരിച്ചു വെച്ചിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നപ്പോഴെല്ലാം ജസ്റ്റിസ് ബദറുദ്ദീൻ വളരെ രൂക്ഷമായ വാക്കുകളിൽ ഈ SITയെ ചോദ്യം ചെയ്യുന്നുണ്ട്. ദേവസ്വം ബെഞ്ച് പരിഗണിക്കുന്നത് ഇവരുടെ ഒരു നിരീക്ഷണം നടത്തുന്നുണ്ടെങ്കിൽ പോലും ഈ പ്രതികൾക്കെല്ലാം ജാമ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കുന്നിടത്താണ് ഇതിൻ്റെ കൂടുതലായിട്ടുള്ള വിശദാംശങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അവരുടെ പൊട്ടുകുത്താത്ത കോടതിയാണ്. ഈ ആളുടെ ക്രൈമിനകത്തുള്ള പങ്കാളിത്തത്തെ സംബന്ധിച്ച് SIT കൊടുക്കുന്ന വിവരങ്ങൾ, അവിടെ പ്രോസിക്യൂഷൻ്റെ വാദങ്ങളെല്ലാം പരിഗണിക്കുന്നതും നോക്കുന്നതും ആ പൊട്ടുകുത്താത്ത കോടതിയാണ്. പൊട്ടുകുത്തുന്ന കോടതി എടുത്ത് വരുന്നത് അന്വേഷണ റിപ്പോർട്ടുകൾ മാത്രമാണ്. അന്വേഷണത്തിൻ്റെ ഗതിയെ സംബന്ധിച്ച് ദേവസ്വം ഈ പൊട്ടുകുത്തിയ കോടതിക്ക് പറയും, അത് നോക്കാൻ പറ്റും. പക്ഷേ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന കോടതിയെ ഇവർ കോടതിയായി പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് പുതിയ നയം. ഇപ്പോൾ SITയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുഭാഷ് ബാബു സാറോട് സൂചിപ്പിക്കേണ്ടായി. SIT ആദ്യത്തെ പോയ അന്വേഷണത്തിൽ നിന്ന് ഈ ജസ്റ്റിസ് ബദറുദ്ദീൻ തന്നെ പറഞ്ഞല്ലോ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് വെച്ച് ഇതൊരു സ്തംഭനാവസ്ഥയിലേക്ക് പോയി. ആ സ്തംഭനാവസ്ഥയ്ക്ക് ശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കൂ. ഇവിടെ ഒരു പ്ലാൻ ചെയ്ത ന്യൂസ് വരുന്നു. ഏതാ? സോണിയാഗാന്ധിയുമായിട്ട് ചിത്രവുമായിട്ട് വെച്ചുകൊണ്ട് പ്ലാൻ ചെയ്തൊരു ന്യൂസ് വരികയാണ്. അടൂർ പ്രകാശിൻ്റെ മൊഴിയെടുക്കാൻ പോകുന്നു, ഇല്ലേ? SIT ഒരിക്കലും നിഷേധിച്ചില്ല. ഇനി SIT ആ വാർത്ത പുറത്തുവിട്ടെന്ന് ഞാൻ ആക്ഷേപിക്കുന്നില്ല. പക്ഷേ SIT ഒരിക്കലും ഇത്രമാത്രം വ്യാപകമായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ആ വിഷയം ഉയർത്തിയിട്ടും SIT ഒരിക്കലും അടൂർ പ്രകാശിൻ്റെ മൊഴിയെടുക്കാൻ പോകുന്നു SIT നോട്ടീസ് നൽകി എന്നുള്ള വാർത്ത നിഷേധിച്ചിട്ടില്ല. SITയുടെ നിഷ്പക്ഷത ചോദ്യം ചെയ്യാതെ ഏറ്റവും ഒരു വലിയ ജനസമൂഹത്തിനകത്ത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ SIT മൊഴി കൊടുക്കുന്ന എല്ലാ മാധ്യമങ്ങളും, മാതൃഭൂമി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാര്യം നോക്കൂ, കടകംപള്ളി സുരേന്ദ്രനെയും PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തത് ഒളിപ്പിച്ചു വെച്ചു. ഒരാളും അറിയാതെയാണ് ആ ചോദ്യം ചെയ്യൽ നടന്നത്. ആ ചോദ്യം ചെയ്യൽ ഒളിപ്പിച്ചു വെച്ചതിനെ സംബന്ധിച്ച് നമ്മളെല്ലാം 2 ദിവസം ഇരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ട് മാധു. അങ്ങനെ ആ ചർച്ച ഏറ്റവും രൂക്ഷമായിട്ട് നടക്കുമ്പോൾ PS പ്രശാന്തിനെ രണ്ടാമതും നിങ്ങൾ ആരും അറിയാതെ, പൊതുജനം അറിയാതെ രണ്ടാമതും ചോദ്യം ചെയ്തു. ഏത് PS പ്രശാന്ത? കേരളത്തിൻ്റെ ഹൈക്കോടതി 2 തവണ, ഇവർ പറഞ്ഞല്ലോ പൊട്ടുകുത്തിയ ബെഞ്ച്, ആ പൊട്ടുകുത്തിയ ബെഞ്ച് 2 പ്രാവശ്യം PS പ്രശാന്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സമയത്ത് 2019 ക്രമക്കേട് മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് 2025 വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചു വരുത്തിയത് എന്ന് മാത്രമല്ല 2024 ജൂലൈയിൽ മകരവിളക്കിൻ്റെ അല്ലെങ്കിൽ മണ്ഡലകാലത്തിൻ്റെ പേര് പറഞ്ഞ് അനാവശ്യ തിടുക്കം ഉണ്ടാക്കിക്കൊണ്ടുവന്ന്, വ്യാജമായി കൃത്രിമമായി ഒരു തിടുക്കം ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ചെന്നൈയിലേക്ക് മാറ്റാൻ ശ്രമിച്ചു എന്ന് വരെ എഴുതിയിരിക്കുന്ന ഹൈക്കോടതി ഈ PS പ്രശാന്തിനെ ഇതുവരെ ചോദ്യം ചെയ്തിട്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല. വളരെ കൃത്യമാണ്. അപ്പോൾ SITയുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപും അതിനുശേഷമുള്ള പ്രവർത്തനത്തിൽ വലിയ വ്യത്യാസം വന്നിട്ടുള്ള കാര്യത്തിൽ നമുക്കാർക്കും തർക്കമില്ല. എന്തുകൊണ്ട് കുറ്റപത്രം കൊടുത്തില്ല? വളരെ സുഖമായിട്ട് ഇപ്പോൾ സുഭാഷ് ബാബു സാറിനോട് പറഞ്ഞു, ഒരു കുറ്റപത്രം കൊടുക്കാൻ ഇപ്പോൾ നിലവിലുള്ള ഇത് വെച്ചുകൊണ്ടൊരു കുറ്റപത്രം കൊടുക്കുന്നതിന് യാതൊരു തടസ്സവുമില്ലായിരുന്നു. എവിടെയെങ്കിലും കൂടുതലായിട്ട് ചേർക്കപ്പെട്ടെങ്കിൽ കുറ്റപത്രത്തിൽ അഡീഷണൽ കുറ്റം ഇത് കൊടുക്കുന്നതിനൊന്നും ചാർജ് കൊടുക്കുന്നതിന് ആർക്കും എതിർപ്പൊന്നുമില്ലല്ലോ. ഇനി SITക്ക് ഇതിനകത്ത് കുറ്റം കണ്ടുപിടിക്കാത്ത കൊണ്ടാണോ? നോക്കൂ, ഹൈക്കോടതിയുടെ 11ഓളം
ജഡ്ജ്മെന്റുകളുണ്ട്, ഉത്തരവുകളുണ്ട്. ആ ഉത്തരവുകൾ ഒരുമിച്ച് എഴുതി വെച്ചാൽ ഒരു കുറ്റപത്രമായി. വളരെ കൃത്യമാണ്. ഹൈക്കോടതിയുടെ 11ഓളം ജഡ്ജ്മെന്റ് അസാധാരണമായ കേസാണ്. വിചാരണ പോലും തുടങ്ങുന്നതിന് മുമ്പ് അന്വേഷണ ഘട്ടത്തിൽ ഉത്തരവുകളായിട്ട് ഇറങ്ങിയേക്കുന്ന ഇടക്കാല ഉത്തരവായിട്ട് 11ഓളം ഉത്തരവുകൾ. ആ ഉത്തരവിൽ ബഹുമാനപ്പെട്ട പൊട്ടുകുത്തിയ ദേവസ്വം ബെഞ്ച് പറഞ്ഞ കാര്യങ്ങൾ ആ ഉത്തരവുകൾ എടുത്ത് ഒരുമിച്ച് ചേർത്ത് വെച്ചാൽ കുറ്റപത്രമാവുന്ന അവസ്ഥയിലേക്ക് അത് പോയിരിക്കുകയാണ്. എന്നിട്ടും SIT എന്തുകൊണ്ട് കുറ്റപത്രം കൊടുക്കുന്നില്ല? കുറ്റപത്രം കൊടുക്കാതെ ഇവർ മുഴുവൻ രക്ഷപ്പെട്ടു. ഇനി അത് മാത്രമാണോ മാധു ഞാൻ പറയാം, അത് മാത്രമാണോ? നമ്മൾ ഇപ്പോഴും ഇതെന്താണ് നഷ്ടപ്പെട്ടതെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? 5 മാസത്തിനടുത്തുമായിട്ട് അന്വേഷണം നടക്കുകയാണ്. എന്താണ് നഷ്ടപ്പെട്ടത്? പൊട്ടുകുത്തിയ കോടതി പറഞ്ഞത് എന്താ? ഇവിടുന്ന് ഒറിജിനൽ ഇളക്കി കൊണ്ടുപോയി അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി, ആ ഡ്യൂപ്ലിക്കേറ്റ് സ്വർണം പൂശി അവിടെ തിരിച്ചുകൊണ്ടേ വെച്ചു അല്ലേ? അപ്പോൾ ഒറിജിനൽ ഇവിടുന്ന് പോയിട്ടുണ്ട്. ഈ SIT എന്താ ചെയ്തിരിക്കുന്നത്? ബെല്ലാരിയിൽ നിന്ന് കുറച്ച് ഉരുക്കിയ സ്വർണം, ആ ഉരുക്കിയ സ്വർണം എടുത്തുകൊണ്ട് ഇതാണ് തൊണ്ടി മുതൽ എന്ന് പറഞ്ഞിരിക്കാം. ചില അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടായിരുന്നു അത് SITയുടെ ഒരു തന്ത്രമാണ്. ഇരിക്കട്ടെ, ആ തന്ത്രമായിട്ട് ഇരിക്കട്ടെ. ഈ ഉരുക്കിയ സ്വർണത്തിന് വേണ്ടിയാണ് ഇത്രമാത്രം വലിയ അട്ടിമറികൾ നടന്നതെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? അല്ല. മറിച്ച് ഇതിന്റെ ഈ അന്താരാഷ്ട്ര ക്ഷേത്ര കൊള്ളയുടെ മാതൃകയിൽ അത്രമാത്രം വലിയ മൂല്യമുള്ള ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി. SITക്ക് ഇതുവരെയായിട്ട് ഈ ഹൈക്കോടതി ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞിരിക്കുന്ന ഒറിജിനൽ സ്വർണ്ണപ്പാളിയും ദ്വാരപാലക ശില്പവും ഉൾപ്പെടെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയെന്ന് അന്വേഷിക്കാൻ പറ്റിയിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? അന്താരാഷ്ട്ര സ്വർണ്ണക്കൊള്ള ക്ഷേത്രക്കൊള്ള മാതൃകയിലാണ് കടത്തിയെങ്കിൽ അത് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവില്ലേ? ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ എങ്ങനെ സാധിച്ചു? അല്ലെങ്കിൽ എങ്ങനെ കൊണ്ടുപോയി? അല്ലെങ്കിൽ കൊണ്ടുപോയിട്ടുണ്ടോ? SITക്ക് ഇതുവരെ പറയാൻ സാധിച്ചിട്ടുണ്ടോ? അപ്പോൾ അന്വേഷണം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എവിടെയാണ്, എന്താണ് ക്രൈം? ഇവിടെ സുഭാഷ് സാർ പറഞ്ഞതാണ്, എന്താണ് ക്രൈം എന്ന് പോലും പറയാൻ കഴിയാത്ത രീതിയിൽ 5 മാസമായിട്ട് മുന്നോട്ട് പോയ ഒരു അന്വേഷണം മാത്രമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇത് ഞങ്ങൾ ന്യായമായും സംശയിക്കുന്നു. ഈ പ്രതികളെല്ലാം ഇതിൻ്റെ കിങ് പിന്നാര ഈ പത്മകുമാറാണ്. പത്മകുമാറിൻ്റെ ഗൂഢാലോചന ഏറ്റവും പ്രധാനിയാണ് പത്മകുമാർ. ആ പത്മകുമാറിന് അടുത്ത ദിവസം ജാമ്യം കിട്ടും. ആ പത്മകുമാർ ഉൾപ്പെടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ ജാമ്യം കിട്ടി പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ അന്വേഷണം അതിന്റെ സ്വാഭാവിക മരണത്തിലേക്ക് പോവുകയാണെന്ന് ന്യായമായും സംശയിക്കേണ്ട സാഹചര്യം. നേരത്തെ പറഞ്ഞതാണ് എത്രത്തോളം കോളിളക്കം ഉണ്ടാക്കിയ കേസുകളാണ് എങ്കിലും ജാമ്യം കിട്ടി പ്രതികൾ പുറത്തേക്ക് വരികയും പിന്നീട് വർഷങ്ങൾ നീണ്ട ഈ പറയുന്ന അന്വേഷണവും തെളിവെടുപ്പും മറ്റു കാര്യങ്ങളുമായി നിയമത്തിന്റെ വഴിക്ക് എന്ന് പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വിസ്മൃതിയിലായി പോകുന്ന സാഹചര്യം നമ്മൾ പല കേസുകളിൽ കണ്ടിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അതാണോ അനിവാര്യമായ വിധി എന്നുള്ളതാണ് ഏറെ ആശങ്കയുണ്ടാക്കുന്ന ഒന്ന്.